Hey guys, welcome back to Everything Coconut Pro. ഇന്ന് നമ്മൾ JBL HARMAN എന്ന് പറഞ്ഞ ഒരു ഹെഡ്സെറ്റിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ലുക്കുമാണ് കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇത് JBL ഒരു ബഡ്ജറ്റ് ഹെഡ്ഫോണാണ്. 800 റുപ്പീസിന് ആമസോണിൽ നിന്ന് അവൈലബിൾ ആണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഡെപ്ത് ആയിട്ട് കിടക്കുമ്പോൾ ഇവിടെ പവർഫുൾ സൗണ്ട് ആൻഡ് പവർഫുൾ ഡൈനാമിക് ബാസ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് കാര്യം ഒന്നെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് കടന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു പാക്കേജിംഗ് ആണ്. ബോക്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിവിടെ JBL മോട്ടോ ഹിയർ ദ ട്രൂത്ത് ബൈ ഹാർമൻ എന്ന് എഴുതിയിട്ടുണ്ട്. JBL T250SI എന്ന ഓൺ ഹിയർ ഹെഡ്ഫോണാണിത്. അപ്പോൾ നമുക്ക് ബാക്കിലോട്ട് നോക്കാം. ബാക്കിൽ ഇവിടെ പവർഫുൾ സൗണ്ട് ആൻഡ് പവർഫുൾ ബാസ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്കിത് ഇവിടെ ബാക്കിൽ കുറേ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്കിത് അവിടെ മുകളിലൊരു ബാർകോഡുള്ള സ്ഥലത്ത് നോക്കിയാൽ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസായ 2499 റുപ്പീസ് കാണാവുന്നതാണ്. പക്ഷേ ഇത് 800 റുപ്പീസിന് ആമസോണിൽ നിന്ന് അവൈലബിൾ ആണ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നമുക്കിവിടെ ഹൈ പവർ ഡ്രൈവേഴ്സ് ഡെലിവർ JBL സൗണ്ട് വിത്ത് ബാസ് യു ക്യാൻ ഫീൽ. ബാസിനെ പറ്റി നല്ലോണം പറയുന്നുണ്ട്. പിന്നെ ഇയർ കപ്സ് വളരെ കംഫർട്ടബിൾ ആണെന്നും സെൽഫ് അഡ്ജസ്റ്റിംഗ് ആണെന്നും പറയുന്നുണ്ട്. പിന്നെ 3.5 mm ഹെഡ്ഫോൺ ജാക്ക് എല്ലാത്തിനുള്ള പോലെ തന്നെയുണ്ട്. അതെന്തിനാണെന്ന് ഇവിടെ എഴുതിയേക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്കിവിടെ ഇത് ഹൈ പവർ മാഗ്നറ്റിക് ഡ്രൈവേഴ്സ് ബാസ് കൂട്ടാനായിട്ട് പിന്നെ ഫ്രീക്വൻസി റേഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലോട്ട് കിടക്കാം. അതായത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാണ്. അപ്പോൾ ഈ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലൊരു പ്രീമിയം ഫീൽ തരുന്ന ഒരു ഹെഡ്ഫോൺ തന്നെയാണ്. ബഡ്ജറ്റ് ഹെഡ്ഫോൺ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ലൊരു പ്രീമിയം ഫീൽ. അവിടെ JBL ബ്രാൻഡിങ് നമുക്ക് കാണാം. ലെഫ്റ്റെന്നും റൈറ്റൊന്നും മാർക്കും ചെയ്തിട്ടുണ്ട്. ഒരു ലെതർ ആൻഡ് പ്ലാസ്റ്റിക് ഫിനിഷാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഗുഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. വയേഴ്സും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണെന്ന് തന്നെയാണ് തോന്നുന്നത്. അത് നമുക്ക് ഉപയോഗിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഹെഡ് സ്ട്രാപ്സൊക്കെ അഡ്ജസ്റ്റബിൾ ആണ്. അവിടെ ഒരു മെറ്റാലിക് സ്ട്രാപ്പ് ഉണ്ട്. അതിങ്ങനെ വലിച്ചാൽ മതി. ഏത് സൈസിലുള്ള ഹെഡിന് അത് ഫിറ്റ് ആവുന്നതാണ്. എല്ലാം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ഇതിന്. അപ്പോൾ ഗൈസ്, നമുക്കൊരു പാട്ട് കേട്ട് നോക്കാം. നിങ്ങൾ തന്നെ കേട്ട് നോക്കത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് തന്നെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി. നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. ബാസ് നല്ല ബീറ്റൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കാം. പിന്നെ ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. പുറത്തുനിന്നുള്ള ഒരു സൗണ്ടും കേൾക്കില്ല. നിങ്ങൾ മ്യൂസിക്കിൽ ഐസൊലേറ്റഡ് ആയി കേൾക്കാൻ പറ്റും. പിന്നെ ഹെഡ് ബാൻഡ് എന്ന് പറയുന്നത് നൈസായിട്ടുള്ള ഒരു ലെതർ ഫിനിഷാണ്. വളരെ കംഫർട്ടബിൾ ആണ്. ഇയറിനൊക്കെ ലോങ് യൂസേജിനൊന്നും അധികം ഇയേഴ്സൊന്നും പെയിൻ ചെയ്യാൻ സാധ്യത കുറവാണ്. ഇയേഴ്സിന് സ്ട്രെസ്സ് കുറവാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെഡ്ഫോണാണ്. അത് ഫോൾഡബിൾ ആണ് ചെറുതായിട്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ വോളിയം കൺട്രോൾ ബട്ടൺ ഇല്ലാത്തോ. ഈ അറ്റത്ത് തന്നെ വോളിയം കൺട്രോളും മൈക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതില്ല. അതൊരു ചെറിയൊരു ഡൗൺഫോളാണ്. അത് കുഴപ്പമില്ല. ഇപ്പോൾ വെയർ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് നമുക്കിത് തരുന്നുണ്ട്. ഇത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. JBL ബ്രാൻഡിങ് തന്നെ കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ പിന്നെ റൈറ്റ് സൈഡിലും കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു ഹെഡ്ഫോണാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ബിൽഡ് ക്വാളിറ്റി എന്ന് പറയാനായിട്ട് ഇതിനെ വെട്ടിക്കാൻ ഈ ബഡ്ജറ്റ് സെക്ഷനിൽ സോണിയുടെ ഹെഡ്ഫോൺ മാത്രമുള്ളതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത്രയ്ക്ക് നല്ല ബിൽഡ് ക്വാളിറ്റി, സോഫ്റ്റ് കുഷനിങ് ഒക്കെയാണ്. ലെതർ ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രീമിയം ഫീലിനൊന്ന് കൂട്ടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട. കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക. പിന്നെ ആ ബെല്ലൈക്കൻ്റെ കാര്യം പറയണ്ടല്ലോ, ഇടിച്ച് പൊട്ടിച്ചേക്കണം. അപ്പോൾ ഗൈസ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. See you again in the next video.